ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तः पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ॐ श्रीगुरुभ्यो नमः। हरिः ॐ। നമസ്തേ ടു എവരിബഡി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാ ഭാരതീയനെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഗുരുപൂർണിമ. ഗുരുപൂർണിമ എന്നുള്ള ആ സുദിനം വ്യാസ മഹർഷിയുടെ ജന്മദിനമായിട്ടാണ് നമ്മളെല്ലാം കരുതപ്പെടുന്നത്. ആഷാഢമാസത്തിലെ പൗർണമി ദിവസമാണ് വേദവ്യാസ മഹർഷി ജനിച്ചത് എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും സങ്കല്പം. ആ സങ്കല്പത്തിലാണ് ഗുരുപൂർണിമ ഭാരതം ഒട്ടുക്കും ആഘോഷിക്കുന്നത്. എന്താണ് ഗുരുപൂർണിമയുടെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിവ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ അറിവ് എന്നുള്ളത് ഗുരുവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ആ അറിവിൻ്റെ ഉറവിടം ഗുരുവാണ്. ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറയുന്നത് ഗുകാരഹ അന്ധകാരോ വൈ രുകാരഹ തൻ നിവർത്തകഃ അന്ധകാര നിരോധിത്വ ഗുരു ഇതി അഭിധീയതേ. ഗു എന്നുള്ള ആ അക്ഷരം അന്ധകാരത്തെ പ്രതിനിധീകരിക്കുന്നു. രു എന്നുള്ളത് വെളിച്ചത്തെ അല്ലെങ്കിൽ പ്രകാശത്തെ പ്രതിനിധീകരിക്കുന്നു. അങ്ങനെ അന്ധകാരം മാറ്റി നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നു തരുന്നതാണ് ഗുരു എന്നുള്ള സങ്കല്പം. അങ്ങനെ വിദ്യ, ഗുരുവിൽ നിന്ന് കിട്ടുന്ന വിദ്യയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രകാശം വാസ്തവത്തിൽ. അപ്പൊ നമ്മളെല്ലാവരും ഗുരുവിനോട് കടപ്പെട്ടിരിക്കുന്നതാണ്. കടപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ് ഗുരുവിനോടുള്ള കടപ്പാട് എങ്ങനെയാണ് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കുക? ഒന്ന്, ഗുരുവിൽ നിന്ന് പഠിച്ചിരിക്കുന്ന വിദ്യ അടുത്ത തലമുറയിലേക്ക് കൈമാറി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. പ്രത്യേകിച്ചും ഒരു ഭാരതീയനായിട്ട് ജനിച്ചിരിക്കുന്ന നമ്മുടെ ശാസ്ത്രങ്ങള് സാമാന്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന ശാസ്ത്രം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക, ഇതെല്ലാം വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ നമ്മുടെ കൺസ്യൂമറിസം സൊസൈറ്റി എല്ലാം ഒരു കച്ചവട സംസ്കാരത്തിന്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ലാഭം? ആ ലാഭം മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്നവരാണ് മിക്കവാറും. വാസ്തവത്തിൽ ജീവിതത്തിൽ ലാഭം എന്ത്, നഷ്ടം എന്ത്, ഇങ്ങനെ ചിന്തിക്കുന്നവർ എത്ര പേരുണ്ടായിരിക്കും? വളരെ കുറച്ച് മാത്രം. വാസ്തവത്തിൽ ഒരു മനുഷ്യജന്മത്തെ ധന്യമാക്കുന്നത് എന്താണ്? അറിവാണ്. അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കൊരു നിറവുണ്ടാവൂ എന്ന് പറയും. ആ നിറവ് വേണമെങ്കിൽ തീർച്ചയായിട്ടും അറിവ് വേണം. ഈ അറിവ് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവാണ് അതിൻ്റെ ഒരു ഉറവിടം എന്ന് പറയാം. ഭാരതീയമായിരിക്കുന്ന ഏത് വിദ്യയും അഭ്യസിക്കണമെങ്കിൽ ഒരു ഗുരു അത്യന്താപേക്ഷിതമാണ്. എന്ത് വിദ്യയായാലും, സംഗീതം, ഡാൻസ്, എന്ത് വിദ്യ, ഈവൻ മാർഷൽ ആർട്ട്, ഇതൊക്കെ നമുക്കൊരു ഗുരുവിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിദ്യയെല്ലാം വരുന്നത് ഒരു പരമ്പരയായിട്ടാണ്.
ഒന്നിന് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ആദ്യമായിട്ടൊരു മംഗള ശ്ലോകം ചൊല്ലിയിരുന്നു. സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമാം അസ്മതാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പര. സദാശിവൻ ഒരു ശിവഭക്തനാണെങ്കിൽ സദാശിവനിൽ നിന്നാണ് എല്ലാം തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു വിഷ്ണു ഭക്തനാണെങ്കിലോ നമ്മൾ പറയും നാരായണം പത്മഭുവം വസിഷ്ഠം. അങ്ങനെ തുടങ്ങി നമ്മുടെ ഗുരു മുതലുള്ള എല്ലാ ഗുരു പരമ്പരയ്ക്കും എൻ്റെ നമസ്കാരം എന്ന്. ആ നമസ്കാരത്തിൽ കൂടി നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അനാദിയായി നമുക്ക് കൈമാറി തന്നിരിക്കുന്ന ഈ വിദ്യ അതൊരിക്കലും നഷ്ടപ്പെടാതെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. ഈ ഒരു ഉത്തരവാദിത്വത്തെ നമ്മെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഗുരുപൂർണിമ. മനസ്സിലായി? ആ മനുഷ്യനായിട്ട് ജനിച്ചു, ഇതറിയാൻ സാധിച്ചു. ഈ ഒരറിവ് നമ്മൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം വേണ്ടതുപോലെ നിർവഹിക്കാനുള്ള ഒരു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഗുരുപൂർണിമ. അങ്ങനെ ഉള്ള ഈ ഗുരുപൂർണിമയിൽ വാസ്തവത്തിൽ പഴയ കാലം മുതൽ ഭാരതത്തിൽ മൊത്തത്തിലുള്ള ഒരു ആചാരമായിരുന്നു ചാതുർമാസ്യ വ്രതം. പ്രത്യേകിച്ചും ആധ്യാത്മിക ജീവിതം നയിക്കുന്ന വ്യക്തികൾ, പ്രത്യേകിച്ചും ഗുരുക്കന്മാരും ശിഷ്യന്മാരും ഒരു സ്ഥലത്ത് ഒത്തുകൂടി അടുത്ത 4 മാസക്കാലം ഒരു സ്ഥലത്ത് താമസിച്ച് ശാസ്ത്ര വിചാരം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഭാരതത്തിൽ മൊത്തത്തിലുണ്ടായിരുന്നു. ഇപ്പോ 4 മാസം എന്നുള്ളത് വിദ്വാൻമാരുടെ പക്ഷമനുസരിച്ച് പക്ഷോ വൈ മാസഃ, ഒരു പക്ഷത്തെ ഒരു മാസമായിട്ട് കണക്കാക്കി 4 പക്ഷം 2 മാസക്കാലം ഒരു സ്ഥലത്ത് താമസിച്ച് ശാസ്ത്ര വിചാരം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഭാരതത്തിൽ മൊത്തത്തിലുണ്ടായിരുന്നു. ആ ഒരു സമ്പ്രദായം തുടങ്ങുന്നത് ഗുരുപൂർണിമയിൽ നിന്നാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ഗുരുപൂർണിമ സമയത്ത് അത് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോഴാണ് മഴക്കാലം. ഈ മഴക്കാലത്ത് നമുക്ക് കൂടുതൽ സഞ്ചാരയോഗ്യമല്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പല കീടങ്ങളും ഉണ്ടായിരിക്കും. അവയെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ഒരു സ്ഥലത്ത് തന്നെ താമസിച്ച് ശാസ്ത്ര വിചാരം ചെയ്ത് മഴക്കാലം കഴിഞ്ഞാൽ വീണ്ടും അവർ സഞ്ചാരം തുടങ്ങും. ഈ സഞ്ചാരം എന്തിനാണ് ചോദിച്ചാൽ, തനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ് ഈ നമ്മുടെ ആ പ്രദേശം മുഴുവനും വാരി വിതറുന്നതിനുള്ള അതിൻ്റെ ഒരു ഘടകമായിട്ടാണ് സന്യാസിമാരും യോഗികളും ഓരോ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് പരിവ്രാജനം ചെയ്തുകൊണ്ടിരുന്നു. ആ പരിവ്രാജനം ചെയ്യുന്നതിൽ കൂടി ഈ ഒരറിവ് ഈ ഭാരതത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അവർ കൊണ്ടെത്തിച്ചിരുന്നു. അങ്ങനെ പരിവ്രജനത്തിൽ കൂടി എല്ലാവരുടെയും ഈ വിദ്യ എത്തിക്കുക എന്നുള്ളൊരു കടമയും അവർക്കുണ്ടായിരുന്നു. നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ ഒരു വാക്യമുണ്ട്, സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. സ്വാധ്യായം, നമ്മൾ സ്വയം ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ശാസ്ത്രം വേണ്ടതുപോലെ പഠിക്കുന്നതിനെയാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. ആ സ്വാധ്യായം വേണ്ടതുപോലെ ചെയ്തതിന് ശേഷം അടുത്ത നമ്മുടെ കടമയാണ് പ്രവചനം. പ്രവചനം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അത് വേണ്ടതുപോലെ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ സ്വാധ്യായ പ്രവചനാഭ്യം ന പ്രമതിതവ്യ, ഇതാണ് വാക്യം. തൈത്തിരീയ ഉപനിഷത്തിലാണ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇതിലൊരു പ്രമാദം തെറ്റു ഒരാളും ഉണ്ടാക്കരുതേ, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഈ ഒരു സങ്കല്പത്തിലാണ് യോഗികളും സന്യാസിമാരും ഭാരതത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പോയി ഈ ഒരു സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് അവർ കൊണ്ടെത്തിച്ച്, ഈ ഒരറിവ് അതുകൊണ്ട് എല്ലാവരിലുമുണ്ട്. ഭാരതത്തിലുള്ള എല്ലാ മുക്കിലും മൂലയിലും
നമ്മുടെ ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മൊത്തം, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് പോകുന്നത് ഈ സന്യാസിമാർക്കും യോഗികൾക്കുമാണ്. അവർക്ക് മറ്റൊന്നിനോടും ഒരു താല്പര്യമില്ല. ശാസ്ത്രം പ്രചരിപ്പിക്കുക, ജനങ്ങളുടെ നന്മയെ പൂർണ്ണമായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ശാസ്ത്രത്തിലുള്ള അറിവിനെ അവരിലേക്ക് എത്തിച്ചു. അങ്ങനെ വീണ്ടും കുറെ യാത്രകളെല്ലാം കഴിഞ്ഞ് അടുത്ത ഗുരുപൂർണിമ വരെ അവർ സഞ്ചരിച്ചുകൊണ്ട് അടുത്ത ഗുരുപൂർണിമയിൽ വീണ്ടും ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു, വീണ്ടും ശാസ്ത്രവിചാരം ചെയ്യുന്നു, തനിക്ക് കിട്ടിയിരിക്കുന്ന പുതിയ അറിവുകൾ വീണ്ടും അവര് ചുറ്റും പരത്തി. ഏതുപോലെ അവർ സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശങ്കരാചാര്യസ്വാമികൾ മനോഹരമായിട്ട് വിവേക ചൂടാമണി എന്നുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മഹാത്മാക്കൾ ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിച്ചിരുന്നത് എന്ന്. ശാന്താമഹാന്തോ നിവസന്തി സന്തഃ വസന്തവല്ലോകഹിതം ചരന്തഃ തീർണാസ്വയം ഭീമഭവാർണവം ചനാൻ അഹേതുനാന്യാനപി താരയന്തഃ. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. അതിൽ പറയാണ് എന്താ, ശാന്ത മഹാന്തോ നിവസന്തി സന്ത, ശാന്തന്മാരും മഹത്തുക്കളുമായിരിക്കുന്ന ആൾക്കാര് നമ്മുടെ ഈ ദേശത്തുണ്ടായിരുന്നു. അവരെങ്ങനെ വസന്തവല്ലോക ഹിതം ചരന്ത, വസന്ത ഋതുവിനെ പോലെ എല്ലാവർക്കും ഹിതം നൽകിക്കൊണ്ട് പരത്തിക്കൊണ്ട്, ആ പരിമളം പരത്തിക്കൊണ്ട് അവർ നടന്നു, അവര് സഞ്ചരിച്ചു. അവരെങ്ങനെയുള്ളവരായിരുന്നു? തീർണാസ്വയം, ഈ സംസാര സമുദ്രത്തെ അവർ സ്വയം മറുകര കടന്നു. മറുകര കടന്നതിന് ശേഷം അഹേതുന അന്യാനപി താരയന്തഃ, അവരുടെ കാരുണ്യം മൂലം മറ്റുള്ളവരെയും മറുകര കടക്കാനായിട്ട് അവരെ സഹായിച്ചുകൊണ്ട് അവർ ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്ന്. ഇത്രയും മഹത്തായിരിക്കുന്ന നമ്മുടെ ഈ സംസ്കാരം, ആ സംസ്കാരത്തിൽ ജനിക്കാനും ആ സംസ്കാരത്തിന്റെ മഹത്വം അറിയാനും നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെ വലിയ ഒരു ധന്യതയാണ് ജീവിതത്തിൽ. അതിനായിട്ട് എല്ലാവർക്കും പരിശ്രമിക്കാനുള്ള ഒരു മനസ്സ് ഈ ഗുരുപൂർണിമ ദിനത്തിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന ഈ ഒരു യൂട്യൂബ് ചാനല് ഒരു പുതിയൊരു സംരംഭമാണ്. ഇവരുടെ സംരംഭം വളരെ ഗംഭീരമായിട്ട് വിജയപ്രദമായിട്ട് പോകട്ടെ. ഒരു കൂടുതൽ ഇതുപോലെ ആധ്യാത്മിക സന്ദേശങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കൂടുതൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള എല്ലാ ആശംസകളും ഈ ഒരു പുതിയ യൂട്യൂബ് ചാനലിന് നേരുന്നു. അതിന് ഗുരു പരമ്പരയുടെയും ഭാരതീയ ഋഷീശ്വരന്മാരുടെയും അനുഗ്രഹം ധാരാളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ല ഒരു ഗുരുപൂർണിമ സുദിനം നേർന്നുകൊണ്ട് നമസ്തേ. ഒരു മംഗള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.